rank of a matrix. There is another way to discuss solutions of the given system of equations, say by the rank of the matrix. Number of non-zero rows remaining when a matrix has been row reduced is called the rank of the matrix. We have the reduced matrix in the last problem, this. ഇതിനകത്ത് ഈ മെട്രിക്സ് ഇത് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് ഉണ്ടായിരുന്നു എ, അതിന്റെ റാങ്ക് ഇവിടുന്ന് കിട്ടും. നോക്കുമ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഫസ്റ്റ് റോയില് 10411 നോൺ സീറോ റോ ആണ്. എല്ലാം സീറോ വരുമ്പോഴാണ് സീറോ റോ എന്ന് പറയുന്നത്. സീറോ മെട്രിക്സ് ഒക്കെ അറിയാം. ഒരു നോൺ സീറോ റോ ഫസ്റ്റ് നോൺ സീറോ റോയിൽ എണ്ണാം, സെക്കൻഡും നോൺ സീറോയിൽ എണ്ണാം, തേർഡിൽ ലാസ്റ്റ് നോൺ സീറോ വന്നുകൊണ്ട് നോൺ സീറോയിൽ എണ്ണാം. അപ്പൊ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓഗ്മെന്റ് ചെയ്തതാണ് ഈ പച്ച കാണുന്നത്. അതിന് മുമ്പ് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എന്താന്ന് ചോദിച്ചാൽ ഇവിടുന്ന് തന്നെ പറയാം. കോഎഫിഷ്യന്റിൽ കാണുന്ന വ്യത്യാസമാണ് നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന 3 കോളംസ്. അപ്പോൾ ഈ 3 കോളംസിന്റെ റാങ്ക് എന്താണ്? അതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഈ 3 കോളംസിൽ എത്ര നോൺ സീറോ റോസ് കിട്ടുന്നു, ഈ 3 കോളംസ് കിട്ടും. ലാസ്റ്റ് കോളം ഒഴിച്ച് ബാക്കി മെട്രിക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാലോചിക്കുക. അവിടെ എത്ര നോൺ സീറോ റോസ് കിട്ടുന്നു, അതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? 2 ആണ്. ഓക്കെ, കാരണം 104 എന്ന ഫസ്റ്റ് റോയും 0 -10 എന്ന സെക്കൻഡ് റോയും ഉള്ളൂ. 0 0 0 എന്നാണ് തേർഡ് റോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നോൺ സീറോ റോസ് 2 ആണ്. അപ്പൊ ഇവിടെ മറ്റൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാം. ഈ സ്പെഷ്യൽ കേസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ മീനിങ്ലെസ് സ്റ്റേറ്റ്മെന്റുമായി വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ മീനിങ്ലെസ് സ്റ്റേറ്റ്മെന്റ് വരുന്ന കേസിൽ റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സും റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മെട്രിക്സ് നോക്കിക്കൊണ്ട്. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എടുത്തു വെച്ച് നമ്മൾ ഈ റോ റിഡക്ഷൻ നടത്തി നോക്കുക. ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആൻഡ് വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇഫ് ദ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്, then the system has no solution. That is, system is inconsistent എന്ന് പറയാം. ഞാൻ 2 റാങ്ക് പറഞ്ഞല്ലോ ഈ ഒരു മെട്രിക്സിൽ നിന്ന്. ഒന്ന് റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്, 2 റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. നോട്ട് ഈക്വൽ ടു വരുമ്പോൾ ഇവിടെ ലെസ് ദാൻ ആയിരിക്കുമോ ഗ്രേറ്റർ ദാൻ ആയിരിക്കുമോ? റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ് ആദ്യം നോക്കുക, റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് രണ്ടാമത് നോക്കുക. റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ഗ്രേറ്റർ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് വന്നാൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. ദാറ്റ് ഈസ്, സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. Here, okay. Here rank of this open matrix is 3 since it has 3 non-zero rows, but rank of the coefficient matrix is 2 since this matrix has only 2 non-zero rows. That is, rank of the open matrix not equal to rank of the coefficient matrix. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ rank of the open matrix is greater than rank of the coefficient matrix. Then, when the system of equation has no solution. അടുത്ത ഒരു സെറ്റ് നോക്കുക. കൺസിഡർ സെറ്റ് ഓഫ് ഇക്വേഷൻസ് x plus 2y minus z is equal to 4, 2x minus ഇത് എഴുതണമേ, z is equal to 1, x minus 2y is equal to -3. Discuss about its solutions. റാങ്ക് നോക്കി ഇതിന്റെ സൊല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കുക. Then consider its augmented matrix. First 3 columns coefficients വരും. ആദ്യത്തെ ഇക്വേഷൻ ആദ്യത്തെ റോ ആയിട്ട് പോട്ടെ, 1 2 -1 അതാണ് കോഎഫിഷ്യന്റ്. പിന്നെ കോൺസ്റ്റന്റ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോം മനസ്സിലാക്കുക, എപ്പോഴും കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ആ പോസിറ്റീവ് ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്, 4 1 -3. മനസ്സിലായോ? റൈറ്റ് സൈഡിൽ കൊണ്ടുപോയതിനു ശേഷമാണ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നത്. ചില എക്സ് ഫസ്റ്റ് റോയിൽ നിർത്തിക്കൊണ്ട് ആണ്, സെക്കൻഡ് തേർഡ് റോയിൽ നിന്നും എക്സിന്റെ കോഎഫിഷ്യന്റ് കളയുക. അതായത് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റും കളയണം, തേർഡ് റോയിലെയും കളയണം. പക്ഷെ കളയുമ്പോൾ എക്സ് നിർത്തിയിരിക്കുന്നത് ഫസ്റ്റ് റോയാണ്, അതാണ് പിവോട്ട് സെന്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിൽ നിന്ന് എക്സ് കളയുകയാണെങ്കിൽ സെക്കൻഡ് മൈനസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പിവോട്ടിലാണ്. അപ്പോൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യേണ്ടത്? പിവോട്ടിൽ ഫസ്റ്റ് എലമെന്റ് 1 2, അപ്പോൾ ഇത് ഈ ഫസ്റ്റിൽ 2 ആകണം. അപ്പം
ഫസ്റ്റ് റോയെ മുഴുവൻ 2 കൊണ്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് R2 മൈനസ് 2R1. ഇതായിരിക്കും അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഫോർമുല. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1. R3 വളരെ എളുപ്പമാണല്ലോ, കാരണം അവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, R1 ഫസ്റ്റ് എലമെന്റ് 1 ആണ്. തീർച്ചയായിട്ടും നേരിട്ട് സബ്ട്രാക്ട് ചെയ്യാം. Then R3 changes to R3 minus R1. എന്താ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ? ഇത് നിർത്തിക്കൊണ്ട്, ഇത് പിവോട്ട് ആക്കി നിർത്തിക്കൊണ്ട് ഇതെങ്ങനെ 0 ആക്കാം, ഇതെങ്ങനെ 0 ആക്കാം. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. 1 2 minus 1 4 and then R2 minus 2R1, then 2 minus 2 0, 0 minus 4 minus 4, minus 1 plus 2 that is 1, 1 minus 8 that is minus 7. R3 change R3 minus R1. Then 1 minus 1 0, minus 2 minus 2 minus 4, 0 minus 1 1, minus 3 minus 4 minus 7. ഇതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഇതാണ്. ഓക്കെ, ഇനിയും എന്താ ചെയ്യേണ്ടത്? ഇത് ചേഞ്ച് ചെയ്യിക്കുന്നത് എങ്ങനെയാ? 1 2 minus 1 4. അപ്പൊ ഇത് പിവോട്ടായിട്ട് നിർത്തണം. പക്ഷെ പിവോട്ടായിട്ട് നിർത്തും വേണേ അങ്ങനെ തന്നെ ചെയ്തു പോവാം. പക്ഷേ നമുക്ക് കുറച്ച് എളുപ്പം എന്ന് പറഞ്ഞാൽ അവിടെ 1 കിട്ടുക എന്നുള്ളതാണ്. വേറൊന്നും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ ഈ സെക്കൻഡ് ഇക്വേഷനെ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ y-യുടെ കോഎഫിഷ്യന്റ് 1 ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യത്തെ അതുപോലെ നിർത്തിക്കൊള്ളുക, ഫസ്റ്റ് റോ. സെക്കൻഡ് റോ മാത്രം 0 1 -1/4 7/4 ഇങ്ങനെ മാറും. തേർഡ് റോയും അതുപോലെ നിർത്തിക്കൊള്ളുക. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ വീണ്ടും മാറ്റി y-യുടെ കോഎഫിഷ്യന്റ് 1 കിട്ടാൻ വേണ്ടി സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ -1/4 കൊണ്ട് ഗുണിച്ചു. -1/4 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ആലോചിക്കുക എന്ത് ചെയ്യണം. അപ്പം മുകളിലും താഴെയും നമുക്ക് 0 കിട്ടണം. ഇനി എളുപ്പമാണല്ലോ. മുകളിൽ ഏതാ? 1 2 -1 4 ആണ്. ഇത് ഡയറക്റ്റ് ഇങ്ങോട്ടൊന്ന് ആലോചിച്ചോളുക. താഴെ ഇതാണ്, അത് ഡയറക്റ്റ് ആലോചിച്ചോളുക. ഞാൻ ആരും ഇട്ടേക്കുന്നത് അത് അവിടെ ഉണ്ടെന്നാണ്. ചേഞ്ചസ് ടു അല്ലെങ്കിൽ നമ്മൾ പിവോട്ട് ആയിട്ട് സെക്കൻഡ് റോ നിർത്തി 1 -1/4 7/4. R1 എങ്ങനെ ചേഞ്ച് ചെയ്യണം? R1 ഈ y-യുടെ സ്ഥാനത്തേക്ക് 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോ R1 ചേഞ്ച് ചെയ്യുന്നതിന് R1 നിന്ന് അവിടെ 2 ആക്കി കുറയ്ക്കണം. അപ്പൊ R1 മൈനസ് 2 R2 ആണ് പിവോട്ട്. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് താണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 0 -1/2 1/2 ഫസ്റ്റ്. ഇനിയും തേർഡ് റോ എങ്ങനെ മാറും? അവിടെ മാറ്റേണ്ടുന്നത്, തേർഡ് റോയിൽ നമുക്ക് മാറ്റേണ്ടുന്നത് എന്താണ്? R3 ചേഞ്ചസ് ടു, ഇവിടെ -4 ആണ്, പുതിയതിൽ 1, R3 പ്ലസ് 4 R2. അപ്പോ ഈ ലാസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ ഇതാണ്ട് ഫസ്റ്റ് റോ ഇതും തേർഡ് റോ ഇതും അല്ലേ കിട്ടിയത്? ഇവിടെ ആകെ 3 വേരിയബിൾ ആണുള്ള x y z. അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് 1 വന്നോ എന്ന് നോക്കിയാൽ മതി. 1ഓ 0യോ. 0ന്റെ കോഎഫിഷ്യന്റ് ഇതാണ്ട് എവിടെ കിട്ടും? 1 ഇതാണ്ട് ഇവിടെ. രണ്ടാമത്തെ റോയിൽ രണ്ടാമത് y-യുടെ കോഎഫിഷ്യന്റ് കിട്ടും. മൂന്നാമത്തെ റോയിൽ മൂന്നാമതാണ് z, അത് 0. റിഡക്ഷൻ ആണ്. ഇത് നോക്കണം. What is rank of the augmented matrix A? Rank of augmented matrix 2 ആയിരുന്നു. റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് അടുത്തത്. അപ്പൊ ഇതാണ്ട് ഇത് മാറ്റിയിട്ട് ആലോചിക്കണം. റാങ്ക് 2 ആണ്, കാരണം നാണ്ട് ലാസ്റ്റ് ഇത് പോയി. ഇവിടെയും 0 ആയിരുന്നു നേരത്തെ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ഇത് രണ്ടും സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. മനസ്സിലായോ? അപ്പം ഇവിടെ തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ആണ്. ഇത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഇക്വേഷൻ മുഴുവൻ പോയി. അപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 3 വേരിയബിളും 2 ഇക്വേഷൻ. തീർച്ചയായിട്ടും വേരിയബിളിന്റെ എണ്ണം കൂടുതലും സിസ്റ്റത്തിൽ ഇക്വേഷൻ എണ്ണം കുറവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? റാങ്ക് 2 തുല്യമാണ്, പക്ഷേ
ആ റാങ്കിന്റെ നമ്പർ, അപ്പൊ നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കുറവാണ്. തീർച്ചയായിട്ടും അവിടെ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടായി. If rank of coefficient matrix is less than rank of the augmented matrix, the equations are inconsistent and there is no solution. If rank of the coefficient matrix is equal to rank of A, സിറ്റുവേഷനിൽ റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സും റാങ്ക് ഓഫ് ഓക്മ മെട്രിക്സും സെയിം ആയി, പക്ഷെ നമ്പർ ഓഫ് അൺനോൺസിന് തുല്യമല്ലായിരുന്നു ആലോചിച്ചാൽ മതി, ലെസ് ദാനേ വരത്തുള്ളൂ. അപ്പൊ തുല്യമല്ലായിരുന്നപ്പോൾ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. നമ്പർ ഓഫ് അൺനോൺസുമായി സെയിം ആകുമ്പോൾ there is one solution or unique solution. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് അടുത്തത്, റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് is equal to rank of augmented matrix, but which is less than n, where n is the number of unknowns. The given system has infinite solutions. Okay, ഇവിടെയാണ് നമ്മൾ വന്നു നിന്നത്. ഇതിലേക്ക് തിരിച്ചു വരാം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. ഇവിടുന്ന് സിസ്റ്റം ഫോം ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെ വരും? നിങ്ങളൊന്ന് എഴുതുക. ഇത് ഓഗ്മെന്റഡ് ചെയ്തത് വേർതിരിച്ചു, മേളില് എക്സ് വൈ സെഡ് ഗുണിക്കുക. അപ്പം ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ വരും? 1/2 z is equal to 1/2. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് ഇല്ല, y minus 1/4 z 4 ആണ്. എഴുതുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കഴ്സർ ചലിക്കാൻ ബുദ്ധിമുട്ടാണ്. 1/4 z is equal to 7/4. ഇതാണ് നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നത്. ഇത് രണ്ടിലും നമുക്ക് കാണാൻ കഴിയും z കോമൺ ആണ്. അപ്പോ ചുരുക്കത്തിൽ നമുക്ക് ഇതിനെ വീണ്ടും ഇങ്ങനെ എഴുതാം, x is equal to, അപ്പൊ x is equal to നമ്മുടെ സൊല്യൂഷൻ കിട്ടും. x is equal to എങ്ങനെ എഴുതാം? 1/2 z അങ്ങ് റൈറ്റ് സൈഡിലേക്ക്, അതുപോലെ y എഴുതുക. y is equal to, അപ്പൊ 1/4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, 7 plus z ഇങ്ങനെയാവും. ഇതാണ് നമുക്ക് റെഡ്യൂസ് ചെയ്ത സിസ്റ്റം. ഇതാണ്. അപ്പൊ ഇവിടെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇസഡിന് 1 കൊടുത്തു, ഇസഡിന് 1 കൊടുത്താൽ ക്യൂട്ടായിട്ട് റിസൾട്ട് കിട്ടും. ഇസഡിന് 1 കൊടുത്താൽ പലത്, ഇസഡിന് എന്ത് വേണേലും ഇവിടെ കൊടുക്കാം. ഇസഡിന് 1 കൊടുത്താൽ കിട്ടുന്ന ഒരു സൊല്യൂഷൻ, put z is equal to 1, then x എന്ത് കിട്ടും? 1 plus 1 2, 2/2 1, x 1 കിട്ടും. 7 plus 1 8/4, that is 2. y is equal to 2. ഇതൊരു സൊല്യൂഷന് 1 കൊടുത്തു, yക്ക് 2 കൊടുക്കുന്നു. z 1 കൊടുത്താൽ ആദ്യത്തെ ഇക്വേഷന് 4 കിട്ടും, രണ്ടാമത്തെ ഇക്വേഷന് 1 കിട്ടും, മൂന്നാമത്തെ ഇക്വേഷന് -3 കിട്ടും. ഇതൊരു സൊല്യൂഷനാണ്. സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ്. ഇതൊരു സൊല്യൂഷനാണ്. അത് y x ഉം y. ഇപ്പോൾ z is equal to ആർബിട്രറി ആയിട്ട് k എന്ന് കൊടുത്താലും മതി. അപ്പൊ ആ ഇൻ ടേംസ് kയിൽ കിട്ടും x ഉം y. അപ്പൊ അതെടുത്ത് ഈ പറയുന്ന 3 ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ. അതിനർത്ഥം k യുടെ അവിടെ എന്തും വരാം, z ന്റെ അവിടെ എന്തും വരാം.